യെസ് ബച്ചോ ഹായ് ക്യാ ഹാൽ ചാൽ +1 ഹിന്ദിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ നിർജ്ജറായിരുന്നു അല്ലെ. സോ ഛായാവാദിന്റെ ആ പ്രത്യേകതകൾക്ക് നിറഞ്ഞിട്ടുള്ള ആ ഒരു കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഉൽഫത്ത് ഓർ ചാഹത്ത് എന്ന് പറയുന്ന ആ ഒരു പാഷൻ ഡിസയറിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ജാൻവി എന്നാണ്. സോ ജാൻവി എന്ന് പറയുന്ന ഒരു കഹാനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലതാ അഗ്രവാൾ എഴുതിയിട്ടുള്ള ഈ ഒരു കഹാനിയെ നല്ല രീതിയിൽ മനസ്സിലാക്കിയാലോ. നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങളെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചോളൂ. ഹിന്ദി പഠിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോളൂ. റെഡി വെച്ചോ, ടീക്ക്. സോ വാപ്പസ് ആത്തെ തിരിച്ചു വരാം. ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് ആ ഒരു സംവേദനശീലതയെ കുറിച്ചാണ് പറയുന്നത്, ഹ്യൂമാനിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ എന്താണ് പരസ്പരം നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിച്ച ആൾക്കാർക്ക് അതിൻ്റെ ഒരു വിഷമവും അതുപോലെ അത് അനുഭവിക്കുന്ന ആളുടെ ആ ഒരു പ്രശ്നത്തെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു കഹാനി മുന്നോട്ട് വെക്കുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു വൺ ലൈൻ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലേഖിക ട്രെയിനിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴെന്താണ് ഒരു വയസ്സായ ആള് തൊട്ടടുത്തുണ്ട്, അതുപോലെ തൊട്ട് മുമ്പിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടിയെ ആധുനികതയുടെ ആ ഒരു ആധുനികതയുടെ ആ ഒരു പുതപ്പ് മൂടിക്കൊണ്ടാണ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആധുനികത എന്ന് പറയുന്ന ആ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് മോഡസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ലോകത്ത് അവർ എന്താണ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് അവരുടേതായിട്ടുള്ള ലോകത്തിൽ കിസിസെ കോയി ലേനാ ദേനാ നെയ്യ് ആരുമായിട്ട് ഒരർത്ഥമില്ലാതെ സ്വന്തമായിട്ട് പാട്ടും കേട്ട് ട്രെയിനിലിരിക്കുന്ന ഒരു യുവതിയാണ് നമ്മുടെ ലേഖികയുടെ മുന്നിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ പെൺകുട്ടിയാണ് പിന്നീട് ജാൻവി എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേരെന്ന് മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടിയെ കുറിച്ച് ലേഖിക ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ പ്രജുഡിസ്റ്റിക്കൽ മൈൻഡ് സെറ്റോടുകൂടി ആ ഒരു യുവതിയെ ആ ലേഖിക വളരെയധികം മനസ്സിൽ പുച്ഛിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ് സംസാരിക്കാനോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അവസാനം എന്ത് ചെയ്യുന്നു, ആ വൃദ്ധനായിട്ടുള്ള വ്യക്തി തന്റെ അനുഭവ കഥകൾ, തന്റെ ജീവിത കഥകൾ ആരോട് പറയാണ് ചെയ്യുന്നത്, ഈ ട്രെയിനിലുള്ള ആൾക്കാരോട് പറയാണ് ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലേഖികയോടും ജാൻവിയോടും. അപ്പോൾ അവസാനം ജാൻവി ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ വൃദ്ധനായിട്ടുള്ള വ്യക്തിയെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരാളാണ്, അദ്ദേഹത്തെ ഞാൻ കൂടെ നിർത്താം, എനിക്കൊരു അച്ഛനെ വേണം, കാരണം ഞാൻ അനാഥാലയത്തിലാണ് വളർന്നത്, എനിക്കൊരു അച്ഛനെ വേണം എന്ന് പറഞ്ഞിട്ട് ആ ജാൻവി ഒരു ഹീറോയിക് ആയിട്ട് അവിടെ വന്നൊരു ഇൻസിഡന്റ് ആണ്. അപ്പോൾ നമ്മുടെ ലേഖികക്ക് ഒരു ഗിൽറ്റി തോന്നി, ഒരു റിമോഴ്സ്, ഒരു റിപ്പൻറ്റൻസ്. കാരണം അവളെ കുറിച്ചാണല്ലോ ഞാൻ ഒരുപാട് തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ചത്. ആ ഒരു കാര്യത്തെയാണ് കാരണം ആ ഒരു വൃദ്ധനായിട്ടുള്ള വ്യക്തിയെ സ്വന്തം അച്ഛനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ജാൻവി കാണിച്ച ആ ഒരു മനസ്സാണ് ആധുനികത. അതാണ് ഈ ജെൻസി എന്നൊക്കെ പറയേണ്ട. എല്ലാവർക്കും വി നോ റൈറ്റ്, നമുക്ക് എല്ലാം അറിയാം. വി നോ ടു ബിഹേവ്, വി നോ ടു എങ്ങനെയാണ് പെരുമാറേണ്ടത്, എവറിത്തിങ് വി നോ റൈറ്റ്. ആ ഒരു ആധുനികതയാണ് നമ്മുടെ ഈ ഒരു ജനറേഷൻ അല്ലെ. ശരി, ഈ ഒരു പാഠഭാഗത്തേക്ക് കടന്നാലോ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ജാൻവി ഏക് മാർമിക് കഹാനി ഹെ, വളരെ മാർമികമായിട്ടുള്ള കഹാനിയാണ്. ജോ റിശ്തോं को स्वार्थ और इंसानियत को उजागर करती है. റിസ്ത് ബന്ധങ്ങൾ എന്താണ്, സ്വാർത്ഥ് അതുപോലെ തന്നെ ഇൻസാനിയത്ത് കോ ഉജാഗർ കർത്തേ ഹെ, മനുഷ്യത്വത്തെയാണ് ഈ ഒരു കവിത അല്ലെങ്കിൽ ഈ ഒരു കഹാനി മുന്നോട്ട് വെക്കുന്നത്. സോ ഇൻസാനിയത്ത്, മനുഷ്യത്വം. ഓക്കെ സെറ്റ്. സോ മനുഷ്യത്വത്തെയാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. ശരി, ട്രെയിൻ കാ സഫർ 3-4 ഇൻസിഡന്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ പറയുന്നത്. ഒന്നാമത്തെ ഇൻസിഡന്റ് നമ്പർ 1 എന്താണ്, ട്രെയിൻ കാ സഫർ ഒരു ബുജുർഗ് കി വ്യത, ട്രെയിനിലെ ആ യാത്രയും ആ ഒരു വൃദ്ധനായിട്ടുള്ള വ്യക്തിയുടെ ആ ഒരു വിഷമവും. ഭോപ്പാൽ സെ വാരണാസിക്ക് ട്രെയിൻ യാത്ര കരേ, ഭോപ്പാലിൽ നിന്ന് എവിടത്തേക്കാണ്, വാരണാസിയിലേക്കാണ് ഒരു ട്രെയിൻ പോകുന്നത്. ജഹാ ഉനിക്കെ സഹയാത്രി ബൂഢെ സജ്ജൻ, അവരുടെ കൂടെ യാത്രക്കാരാണ് ഒരു വൃദ്ധനായിട്ടുള്ള ഒരാളാണ് ഉണ്ടായിരുന്നത്. ഏക് ആധുനിക് ലഡ്കി ജാൻവി ഹെ, അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു യുവതിയായിട്ടുള്ള ജാൻവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അതുപോലെ വൃദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ലേഖികയുടെ കൂടെ വാരണാസിയിലേക്ക്. ഓക്കെ, സോ നമ്മുടെ ഭോപ്പാലിൽ നിന്ന് വാരണാസിയിലേക്കുള്ള ആ ഒരു ട്രെയിനിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഒരു ട്രെയിൻ യാത്രയാണ്. ബാത്ചീത് കെ ദൗറാൻ, സംസാരത്തിനിടയിൽ പതാ ചൽത്താ ഹെ കി ബുജുർഗ് കി പത്നി കാ 35 വർഷ പെഹലെ നിധൻ ഹോ ഗയാ ഹൈ. സോ ഈ ഒരു വൃദ്ധനായിട്ടുള്ള വ്യക്തിയുടെ വൈഫ് 35 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുണ്ടെന്ന് സംസാരത്തിനിടയിൽ മനസ്സിലായി. ഉन्होंने अकेले ही अपने बेटे केशव और बेटी खजरी की जो परवरिश की, ഒറ്റക്ക് മകളായിട്ടുള്ള ആരൊക്കെയാണ്, കേശവും അതുപോലെ തന്നെ മകളായിട്ടുള്ള ഖജറി എന്ന് പറയുന്ന 2 ആൾക്കാരെയും ഒറ്റക്കാണ് ആ വൃദ്ധനായിട്ടുള്ള വ്യക്തി വളർത്തി വലുതാക്കിയത്. ഓക്കെ, സോ ഭാര്യ മരിച്ചിട്ടുണ്ടായിരുന്നു, കാന്ത എന്നാണ് ഭാര്യയുടെ പേര്. സോ ഭാര്യ മരിച്ചതിന് ശേഷം എന്താണ്, കുട്ടികളെ ഈ വൃദ്ധനായിട്ടുള്ള വ്യക്തി നമ്മുടെ ആ യങ് ആയിട്ട് ആ സമയത്ത് 35 വർഷങ്ങൾക്ക് മുമ്പാണ് വൈഫ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാന്ത എന്ന് പറയുന്ന വൈഫ് ഈ വൃദ്ധനായിട്ടുള്ള വ്യക്തിയുടെ മരിച്ചത് 35 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചപ്പോൾ തന്റെ മക്കളായിട്ടുള്ള ഖജറിയും കേശവനെയും ഇദ്ദേഹമാണ് വളർത്തിയത്. ഓക്കെ, സോ എന്താണ് സ്വാർത്ഥ് ബച്ചോ, കുട്ടികളെ കുറിച്ചാണ് ഇത് പറയുന്നത്. ബുജുർഗിനെ ബേട്ടേക്കോ വിദേശ് ഭേജനെ കെ ലിയെ ജമീൻ ബേച്ചി, ഈ വൃദ്ധനായിട്ടുള്ള വ്യക്തി ഈ മക്കളെയൊക്കെ വിദേശത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് എന്താണ് തന്റെ ഭൂമി വിറ്റു.
ലേക്കിൻ വോ കബി വാപ്പസ് നീ ആയ. 4 ഏക്കർ ഭൂമി എന്തുണ്ട് നമ്മുടെ വൃദ്ധനായിട്ടുള്ള ഇയാളുടെ അടുത്തുണ്ട്. ഈ മക്കൾക്ക് വേണ്ടി ആദ്യം വൈഫ് മരിക്കാൻ പോയപ്പോൾ വൈഫിന് വേണ്ടി 1 ഏക്കർ കൊടുത്തു, ബാക്കി 3 ഏക്കർ, അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് 1.5 ഏക്കർ വിദേശത്തേക്ക് പോവാൻ ആർക്ക് കൊടുത്തു, അങ്ങനെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഭൂമി മൊത്തം മക്കൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരി, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോഴെന്താണ് സംഭവിച്ചത്? യെസ്, സോ ആയ ബാദ്മേ മകന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മകൻ അങ്ങനെ ഭൂമി കൊടുത്തിട്ട് മകൻ വിദേശത്തേക്ക് പോയി, മകൻ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ബേട്ടിനെ ബി വിദേശ് ജാനെ കെ ലിയെ ലഡ്കെ സെ ഷാദി കർനെ കെ ലിയെ ബച്ചി ഹുയി ജമീൻ ബിക്വാദി. സോ മകൾ എന്ത് ചെയ്തു, ഒരു ചെക്കനെ കൊണ്ടുവന്നു, അദ്ദേഹത്തെ കല്യാണം കഴിക്കും, എന്നിട്ട് അവർക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ വൃദ്ധനായിട്ടുള്ള വ്യക്തിയുടെ ഈ 4 ഏക്കറിലെ ബാക്കി മൊത്ത ഭൂമി വിറ്റിട്ട് എന്ത് ചെയ്തു, അവരും വിദേശത്തേക്ക് പോയി. ओके, जमीन बिकवा दी और पिता को वाराणसी जाकर मुक्ति पाने के लिए टिकट थमा दिया. അവർ തന്നെ എന്ത് ചെയ്തു, ഈ അച്ഛന് വാരണാസിയിലേക്ക് പോകേണ്ട ടിക്കറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛ സാൽവേഷൻ എന്ന് പറയുന്ന മോക്ഷത്തിന് വേണ്ടിയിട്ട്, ഓക്കെ നിങ്ങൾ എവിടത്തേക്ക് പോവോ അച്ഛ എന്നാണ് പറയുന്നത്, മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഗംഗാ നദിയുടെ തീരത്തേക്ക് പോയിക്കോ, ഗംഗാ നദി എല്ലാവരെയും നോക്കും. എന്താ അല്ലേ ക്രൂരത, ആലോചിച്ച് നോക്കിയേ. ശരി, ജാൻവി की इंसानियत. അപ്പോഴാണ് ജാൻവി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഇൻസാനിയത്ത്, ഹ്യൂമാനിറ്റിയെ കുറിച്ച് പറയുന്നത്. ये सब सुनकर ഇതൊക്കെ കേട്ടപ്പോൾ ഇയർഫോൺ लगाए आधुनिक दिखने वाली ജാൻവി का जो खून खोल उठता है. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ജാൻവിയുടെ ബ്ലഡ് എന്താണ് ഇങ്ങനെ തിളച്ചു എന്ന് പറഞ്ഞു. എന്ത് ആ ജാൻവി പറയുന്നുണ്ട്, ബ്ലഡി ഹെൽ എന്നൊക്കെ ജാൻവി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ ആ വൃദ്ധനായിട്ടുള്ള വ്യക്തിയുടെ കഥകൾ കേട്ടപ്പോൾ ജാൻവിക്ക് ഇഷ്ടപ്പെട്ടില്ല, ജാൻവി ആക്രോശിച്ചു അല്ലെ. അപ്പോഴെന്താണ്, യെസ് ഓക്കെ, വോ ഏക് അനാഥ ലड़की है. ജാൻവി ഒരു അനാഥയായിട്ടുള്ള പെൺകുട്ടിയാണ്. ജോ അപ്നെ പേരോं पर खड़ी है. സ്വന്തം കാലുകളിൽ ആ പെൺകുട്ടി നിൽക്കുന്നുണ്ട്. വോ ബുജുർഗ് സെ कहती है कि वो उन्हें गंगा किनारे नहीं जाने देंगे. ആ വൃദ്ധനായിട്ടുള്ള വ്യക്തിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഗംഗാ നദി തീരത്തേക്ക് അയക്കത്തില്ല, മറിച്ച് എന്ത്, ബൽക്കി വോ അപ്നെ പിതാ के रूप में अपने साथ घर ले जाएंगे. അവളെ എന്ത് ചെയ്യും, തന്റെ അച്ഛന്റെ രൂപത്തിലേക്ക് ഞാൻ താങ്കളെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ജാൻവി ആ ഒരു പിതാവിനോട്, ആ ഒരു അച്ഛനോട്, ബാബയോട് പറയാണ് ചെയ്തത്. സോ താങ്കളെ ഞാൻ എന്ത് ചെയ്യത്തില്ല, അവിടെ വിട്ടുകൊടുക്കത്തില്ല, ഗംഗാ നദി തീരത്തൊന്നും പോണ്ട, എനിക്കൊരു അച്ഛന്റെ ആവശ്യമുണ്ട്, താങ്കൾ എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നോളൂ എന്ന് പറയുന്നു. അവസാനം എന്താണ്, അപ്പൊ ലേഖികയുടെ ആ ഒരു ആത്മനിരീക്ഷൺ ക്യാ ഹോ സക്താ ഹൈ, ലേഖികയുടെ എന്താണ് ആത്മനിരീക്ഷണെ കുറിച്ചാണ്. ഓൾറെഡി ഒരു പ്രജുഡിസ്റ്റിക്കൽ ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ജാൻവി കാ യേ കരുണാഭര ഖദം ദേക്കർ, ജാൻവിയുടെ ഒരു ഹ്യൂമാനിറ്റി നിറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് കണ്ടിട്ട് लेखिका को अपने उन विचारों पर बेहद शर्मिंदा हुआ है. ആ ഒരു ലേഖികക്ക് സ്വയം വളരെയധികം അഷെയിംഡായി. ഞാൻ എന്തൊക്കെയാണ് ആ ഒരു നമ്മുടെ ആരെക്കുറിച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ജാൻവിയെ കുറിച്ച് വിചാരിച്ചിട്ടെന്ന് ആലോചിച്ച് വളരെ അഷെയിംഡായി. ഓക്കെ, जो उन्हें जानवी के आधुनिक पहनावों को देखकर बनाए थे. സോ ജാൻവിയുടെ എന്താണ് ആധുനിക് പെഹനാവോ കോ ദേക്കർ ബനായെ थे. സോ ജാൻവിയുടെ ആ ഒരു ഔട്ട്ലുക്ക് കണ്ടിട്ട് ജാൻവിയെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ശരി, യേ കഹാനി യേ സന്ദേശ് ദേത്തി ഹൈ. ഈ കഹാനി എന്ത് സന്ദേശമാണ് നമുക്ക് തരുന്നത്, സച്ച അപ്നാപ്പൻ, യഥാർത്ഥത്തിലുള്ള അപ്നാപ്പൻ, തൻ്റേത് എന്ന് പറയുന്നത് ശരിക്ക് ഖൂൻ കെ റിസ്തോസനെ, ബ്ലഡ് റിലേഷനിലല്ല ഉണ്ടാവുന്നത്, മറിച്ച് എങ്ങനെയാണ്, ബൽക്കി കരുണ ഒരു സംവേദന സെ ബൻതാ ഹൈ. കരുണയും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റി എന്ന സംവേദനയും കൊണ്ടാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്, അല്ലാതെ ബ്ലഡ് റിലേഷൻ അല്ല. കണ്ടിട്ടില്ലേ? സോ നിങ്ങളായാൽ പോലും നിങ്ങളുടെ പാരന്റ്സിനെ എപ്പോഴും നിങ്ങളുടെ കൂടെ നിർത്തിയിട്ട് നിങ്ങളുടെ സക്സസിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കൂ. ശരിയല്ലേ? സെറ്റ് അല്ലേ? കഹാനിയുടെ ആ ഒരു സന്ദേശം നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും. സെറ്റ്. സോ ठीक बच्चों, ये है हमारे जो सब कुछ. അതുപോലെ തന്നെ നിങ്ങൾ +1 +2 പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ എജുപോണിന്റെ ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇതിന്റെ മലയാളം വേർഷൻ ഈസ് ഓൾസോ ഹിയർ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, മലയാളം വേണമെങ്കിൽ യു ക്യാൻ ടേക്ക് സ്ക്രീൻഷോട്ട്. സോ അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളതാണ് എജുപോണിന്റെ ബാച്ചസിനെ കുറിച്ച്. സോ എജുപോണിന്റെ കൊമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് സ്ട്രീം ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എജുപോണിന്റെ ബാച്ചസ് അവൈലബിൾ. ജസ്റ്റ് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എജുപോണിന്റെ കൂടെ പഠിക്കാം. അറ്റ് ദ എൻഡ് നിങ്ങളുടെ എക്സാം കഴിയുന്നവരെ എജുപോഡ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എല്ലാത്തിലും ലാംഗ്വേജും നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ജസ്റ്റ് ഡു आपको जो पता है ना, आपको जो पता है. ठीक है बच्चों, താങ്ക് യു. സോ ഇതുവരെ ലൈക്ക് അടിച്ചോളൂ. സോ ബാക്കി ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, കമന്റ് ബോക്സ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റി ചാനൽസ് നോട്ട്സ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. സോ താങ്ക് യു बच्चों, मिलते हैं अगली वीडियो के साथ. मिलेंगे. धन्यवाद, थैंक यू, जय हिंद, टाटा.